ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്രായേലിനോട് എന്താണ് പ്രശ്നം? ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർ ചിന്തിക്കും, നല്ല ചോദ്യമാണ്. കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ 100 യുദ്ധവിമാനങ്ങളുമൊക്കെ ആയിട്ട് പോയി ഇസ്രായേൽ ഇറാനിൽ പോയിട്ട് ആക്രമണം നടത്തിയിട്ട്. എന്നിട്ട് ഇറാൻ തിരിച്ചടിക്കുന്നു. രണ്ടു കൂട്ടരും ഇപ്പോൾ മൊത്തത്തിൽ അടിയായി യുദ്ധമാണ് എന്ന് പറയാം. തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. എന്നിട്ട് ഇസ്രായേലിനോട് ഇറാൻ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്നല്ലേ ആലോചിച്ചത്? അതാണ് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും ഒരു 5 കാരണങ്ങളെങ്കിലും പറയാനുണ്ടാകും. അതിർത്തി പ്രശ്നങ്ങൾ ഒരു പ്രധാന കാര്യമാണ്. അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, അതുപോലെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്നാൽ ഇസ്രായേലും ഇറാനും എങ്ങനെയാണ് മാപ്പിൽ കിടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള പൊട്ട് പോലെയുള്ള രാജ്യം ഒരിടത്ത് കിടക്കുന്നു. ഇറാൻ അങ്ങ് ദൂരെ, അതായത് ജോർദാനും സിറിയയും ഇറാഖും ഒക്കെ കഴിഞ്ഞ് അങ്ങ് അപ്പുറേ കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനിൽ 9 കോടി ജനങ്ങളുണ്ട്, ഇസ്രായേലിൽ 1 കോടി ജനങ്ങളുണ്ട്. ഇറാൻ ഏറ്റവും വലിയ 17ാമത്തെ രാജ്യമാണ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ. ഇവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ലാതിരുന്നിട്ടും കൂടെയല്ലേ ഇസ്രായേൽ ഈയിടെ പോയി പരിപാടിയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇറാൻ എന്നും ഇസ്രായേലിനെ പണിതുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അതൊരു പ്രോക്സി വാറോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധമോ ആയിരുന്നു എന്ന് പറയാം. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, സിറിയയിലും ഇറാഖിലുമൊക്കെയുള്ള പറഞ്ഞാൽ തീരാത്തത്ര മിലിഷ്യകൾ, അതുപോലെ യമനിലെ ഹൂത്തീസ്, ഇവർക്കൊക്കെ ആയുധവും പണവും സപ്പോർട്ടും എല്ലാം കൊടുക്കുന്ന ഒന്നാമത്തെ രാജ്യമെന്ന് പറഞ്ഞാൽ ഇറാനാണ്. ഇറാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഒരു സപ്പോർട്ടും ഇല്ല എന്ന് തന്നെ പറയാം. മറ്റു പലയിടത്തു നിന്നൊക്കെ വരുന്നുണ്ട്, ഖത്തർ ഒരു ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിൻ്റെയൊക്കെ നെടുന്തൂണെന്ന് പറഞ്ഞാൽ ഇറാനാണ്. അപ്പോൾ ഇസ്രായേൽ അല്ലേ ആദ്യം പോയി ഇതൊക്കെ ചെയ്തത്, എന്നിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലും പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേലിൽ കുറേയധികം ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ തുടങ്ങി വെച്ചത് ഇസ്രായേൽ അല്ലേ എന്ന് ചോദിച്ചാൽ അതിനു മുൻപേ തന്നെ, അല്ലെങ്കിൽ ആദ്യകാലം മുതലേ തന്നെ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇസ്രായേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുകൊണ്ടുമൊക്കെ ഈ പണികളെല്ലാം ഇറാൻ കൊടുത്തുകൊണ്ടാണ് ഇരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഇതിൻ്റെ കാരണം? അതാണ് ആദ്യം പറഞ്ഞത്. അതിർത്തി പ്രശ്നങ്ങളില്ല, രണ്ട് സ്ഥലത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. എന്നിട്ടും 2-3 രാജ്യങ്ങൾക്ക് അപ്പുറേ കിടക്കുന്ന ഇസ്രായേലിനോട് ഇറാന് വിരോധമുള്ളതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നതാണ്. ഇറാൻ്റെ ഭരണകൂടം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഇറാനിലെ ഭരണകൂടം പ്രത്യയശാസ്ത്രപരമായിട്ട് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണത്. അതിനെ എങ്ങനെയും നശിപ്പിക്കണം, അത് നിലനിൽക്കാൻ പാടില്ല എന്ന് ആഹ്വാനം ചെയ്യുന്നതുമാണത്. ഇത്രയേ ഉള്ളൂ പ്രശ്നം, വേറെ ഒരു പ്രശ്നവുമില്ല. കാര്യം നമ്മളെവിടെ ഇരുന്ന് ഇസ്രായേലിൻ്റെ ശക്തിയും ഒക്കെ വലിയ ഉച്ചത്തിൽ കൊട്ടിഘോഷിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചാലും മനസ്സിലാവും, ഇത് തുടങ്ങി വെക്കുന്നത് ജൂൺ 13-ന് 200 യുദ്ധവിമാനങ്ങളൊക്കെ പോയി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നുള്ള പേരിൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ ഇസ്രായേൽ ആക്രമിക്കുന്നു, കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഇറാൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മിലിറ്ററി ഒഫീഷ്യൽസിനെ എല്ലാം തട്ടുകയാണ് കൃത്യമായിട്ട്. അപ്പോൾ അത് എന്തൊരു ഭയങ്കര കാര്യമാണ് എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ പ്രിസിഷൻ പ്ലാനിങ് ഒക്കെ ശരി. പക്ഷെ ഇസ്രായേൽ എന്തിനിങ്ങനെ അറ്റകൈ പ്രയോഗങ്ങൾ ചെയ്യുന്നു? ഞങ്ങളോട് ഒരുത്തനും ചോദിക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യമല്ലേ അതെന്ന് തോന്നാം. അപ്പോൾ ഈ കേൾക്കുന്നതൊക്കെ എല്ലാവരും കേൾക്കണം കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ അത് മാത്രം കേട്ടാൽ പോരാ. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഇസ്രായേലിൽ ഈ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കണം, ആക്രമണങ്ങൾ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനുള്ള ഒരു റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന കാലത്ത് തലമുറയെ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇറാൻ്റെ കയ്യിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധം വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരത് ഇസ്രായേലിൽ പ്രയോഗിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി തലമുറകൾ ഉണ്ടാകണമെങ്കിൽ, നമ്മളിനി ബാക്കി ഉണ്ടാകണമെങ്കിൽ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അവരിതൊക്കെ സ്വായത്തകമാക്കുന്നതിന് മുൻപേ നശിപ്പിക്കുക. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും അല്ലെങ്കിൽ CIA, മൊസാദ് ഇവരുടെയൊക്കെ ചാരക്കണ്ണുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇറാനിൽ തന്നെ അവരുടെ ചാരന്മാരുണ്ട്, തിരിച്ചും ഉണ്ടാകാം. അവർക്ക് വലിയൊരു അപകട മുന്നറിയിപ്പ് കിട്ടുന്നു. ഇറാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഫെസിലിറ്റിയിൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കിയെടുക്കും എന്ന് തോന്നിയപ്പോൾ പിന്നെ അവരൊന്നും നോക്കുന്നില്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ ആക്രമണം നടത്തുകയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൈറ്റുകളും ഒക്കെ തകർക്കുകയാണ്.
കാരണം ഇസ്രായേലിന് അത് ചെയ്യാതെ തരമില്ല. അവരിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇസ്രായേൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു ന്യായം എന്ന് പറഞ്ഞാൽ അവർക്കിത് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്, ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഹമാസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഈ ഹമാസ് മുഴുവൻ ഇരുന്ന് ഒളിച്ചിരിക്കുന്നതും ഒക്കെ ഈ ഗാസയിലെ ജനങ്ങൾക്കിടയിലാണ്, ഈ ഷീൽഡ് പോലെ എന്നും നമുക്കറിയാം. ഇസ്രായേലിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അതൊരു വല്ലാത്ത പരിതാപകരമായ പരിതസ്ഥിതിയാണ് എന്ന് പറയാം. അപ്പൊ ചിലരെങ്കിലും ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും, ഇന്ത്യയുടെ കയ്യിൽ ഇതില്ലേ, പാകിസ്ഥാന്റെ കയ്യിൽ ഇതില്ലേ, എത്ര രാജ്യങ്ങളുടെ കയ്യിൽ ഇതുണ്ട്? 9 രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. നോർത്ത് കൊറിയയുടെ കയ്യിലില്ലേ? എന്തുകൊണ്ട് നോർത്ത് കൊറിയ വലിയ പ്രശ്നമായിട്ട്, ഈ കിം ജോങ് ഉൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാം, എന്തുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല, അമേരിക്ക പോലും? ഇറാൻ മാത്രം ഇത് ഉണ്ടാക്കുന്നതിൽ ആർക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമാണ്. നോർത്ത് കൊറിയ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇവരൊന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഇറാന്റെ കയ്യിൽ ഇത് കിട്ടിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം? ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അവരൊരു ഭീഷണിയല്ല, നമുക്ക് അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല സത്യത്തിൽ, ഇറാനുമായിട്ട്. നിങ്ങളൊന്ന് തിരിച്ചും ചിന്തിച്ചു നോക്കുക. ഇസ്രായേലിന്റെ കൈവശം 90 ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അത് അവരംഗീകരിച്ചിട്ടില്ല, അതാണ് രസം. പക്ഷേ എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടായിട്ടും അവരത് ഇതുവരെ എടുത്ത് പ്രയോഗിച്ചോ? ഇസ്രായേൽ പോലെ ഇതുപോലെ ഈ സാധനം ആവശ്യമായിട്ടുള്ള വേറെ ഏത് രാജ്യമാണുള്ളത്? സത്യം പറഞ്ഞാൽ ചുറ്റും കിടക്കുന്നവരെല്ലാം അവർക്കിട്ട് പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈജിപ്തൊക്കെ നന്നായി എന്ന് പറയാമെങ്കിലും, അല്ലെങ്കിൽ ജോർദാന്റെ കാര്യം നമുക്കറിയാം. ഇസ്രായേൽ എന്താണ് ചെയ്തത്? അവർക്ക് ആവശ്യം ഇറാൻ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കരുത്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് 10-200 ഫൈറ്റർ ജെറ്റുകളും ഒക്കെ പോയി ആക്രമണം നടത്തുന്നു. തങ്ങൾക്ക് ഭീഷണിയാകും അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയ മിലിറ്ററി ഒഫീഷ്യൽസിനെ എല്ലാം 1, 2, 3 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എല്ലാവരെയും തട്ടുന്നു. എത്രയോ കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ഇങ്ങനെ കൃത്യമായിട്ട്, ആ ഒരു പ്രിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധമുണ്ട്, അവരതെടുത്ത് പ്രയോഗിക്കുകയൊന്നും അല്ല ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നു, ഇറാൻ വലിയ വിജയം നേടുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേലിന് ഇപ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്രായേൽ ഇറാനിൽ ആണവായുധം പ്രയോഗിച്ചു എന്ന് കരുതുക. ഏതെങ്കിലും ഒരു രാജ്യം ഇറാന് വേണ്ടി തിരിച്ച് ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ? ചൈന പ്രയോഗിക്കുമോ? റഷ്യ പ്രയോഗിക്കുമോ? അവർക്ക് എന്ത് കാര്യം? കാരണം ഇന്ന് വേൾഡ് എക്കണോമി എങ്ങനെയാണ് നിൽക്കുന്നത്? എല്ലാവർക്കും എല്ലാവരെയും ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധമൊക്കെ കാണുകയാണെങ്കിൽ ജർമ്മനി പല രാജ്യങ്ങളെയും പിടിച്ചടക്കുന്നു. വേണ്ട വേണ്ട, പോട്ടെ പോട്ടെ എന്ന് വെച്ച് എല്ലാവരും നിൽക്കുകയാണ്. എന്നിട്ടും അവസാനം കയറി പോളണ്ടിനെയും കൂടെ ആക്രമിക്കുമ്പോഴാണ് യുദ്ധപ്രഖ്യാപനമെങ്കിലും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇറാനെ ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാന് വേണ്ടി ഏതെങ്കിലും ഒരു രാജ്യം തിരിച്ചടിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവിടെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ റോള്. മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ മിലിറ്ററി ജനറൽ ഈയിടെ പറഞ്ഞ എന്താണ്? ഞങ്ങളെ ഒരുപാട് അങ്ങ് ചൊറിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആണവായുധം വെച്ചിരിക്കുന്നത് വെറുതെ അല്ല എന്നുള്ളൊരു കമൻറ്റ് വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു കാര്യമാണ്. ഇതിന് മറുപടിയായിട്ട് എന്താ വന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന്? കേട്ട് കാണുമല്ലോ എല്ലാവരും. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ വേറെയാണ്, ഇറാന് വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടേത്. കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി പോലും വന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും, പക്ഷേ അവർ റിപ്ലൈ ചെയ്തു. അത് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് ഒന്നും പറയണ്ട, ഞങ്ങൾ ഈ കളിക്കില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഊഹിക്കാതെ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ UK പോട്ടെ, USA കൃത്യമായ സഹായത്തോടെ മാത്രം ആണ് അവരുടെ മിലിറ്ററി ഇവിടെ വരെ എത്തിയത്, അവർ ന്യൂക്ലിയർ ശക്തി ആയതുമൊക്കെ. കാരണം അന്നത്തെ കാലഘട്ടം വേറെയാണ്. ശീതയുദ്ധം, സോവിയറ്റ് യൂണിയൻ്റെ കൂടെയായിരുന്നു ഇന്ത്യ എന്ന് പറയാം. ചേരിചേരാ നയമൊക്കെ, അതൊക്കെ കോമഡിയാണ്, പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ഈ നെഹ്റുവിൻ്റെ ഒക്കെ കാലത്ത് സോവിയറ്റ് ചേരിലേക്ക് പോയതുകൊണ്ട് പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. അതുപോലെ ചൈന ഒരു ഭാഗത്ത്, അതുപോലെ കമ്മ്യൂണിസ്റ്റ് ചൈനയും വേറൊരു ഭാഗത്ത്. അപ്പം അങ്ങനെ അമേരിക്ക പരിപോഷിപ്പിച്ച, അവരുണ്ടാക്കിയെടുത്ത, അവരുടെ സഹായം കൊണ്ട് വന്നിരിക്കുന്ന ഒരു മിലിറ്ററിയാണ് പാകിസ്ഥാൻ ഉള്ളത്. അത് ന്യൂക്ലിയർ ആയുധങ്ങളുടെ കാര്യമാണെങ്കിലും ഇസ്രായേൽ ഇറാനിൽ ചെയ്തത് തന്നെയല്ലേ ഒരു തരത്തിൽ ഇന്ത്യയും കാണിച്ചു കൊടുത്തത്. പാകിസ്ഥാന്റെ, അതായത് ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. ഇറാൻ അത് ഉണ്ടാക്കാൻ നോക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ സൈറ്റാണ് ഇന്ത്യ ബോംബിട്ട് തീർത്തു കൊടുത്തത്. ഇത്രയേ ഉള്ളൂ നിങ്ങളെന്നുള്ളത്. അവരുടെ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ്, അതാണെങ്കിലും ഞങ്ങൾക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ എന്തേ പാകിസ്ഥാൻ ഒന്നും മിണ്ടാതിരുന്നത്? ഇതിനിടെ ട്രംപ് കയറി പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല, 2 രാജ്യങ്ങളും സംയമനം പാലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു.
അത് ആർക്ക് വേണ്ടി പറഞ്ഞതാ? പാകിസ്ഥാന് വേണ്ടി ട്രംപ് പറഞ്ഞതാണ്. നിർത്തണം കേട്ടോ, ഇവിടം കൊണ്ട് നിർത്തണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഉണ്ടായ റേഡിയേഷൻ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു യൂണിറ്റാണ് പാകിസ്ഥാനിലേക്ക് പോയത്. അങ്ങനെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അമേരിക്ക എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് ഇല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണെന്നൊക്കെ നമുക്കറിയാം. വളരെ മോശമായി കിടക്കുന്ന ഒരു രാജ്യം. ഇന്ത്യ അങ്ങ് അടിപൊളിയാണെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ മിലിറ്ററിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ആണ്, അതിൻ്റെ കാരണം അമേരിക്കയുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറാൻ്റെ കൂടെ പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് കരുതണ്ട. വലിയ പ്രശ്നങ്ങളിലേക്ക് പോയാൽ ചൈന റഷ്യ ഒന്നും വരാൻ പോകുന്നില്ല. കാരണം അവരൊക്കെ ചൈനയൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ലോക പോലീസ് ആവാം അമേരിക്കയെ കടത്തി വെട്ടിയിട്ട് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും തല്ലുകൂടാൻ അവരൊന്നും വരില്ല. ഇപ്പം ലാദനെ തട്ടിയത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. പാകിസ്ഥാനിൽ അമേരിക്കയുടെ മിലിറ്ററി ഹെലികോപ്റ്ററൊക്കെ വന്ന് ഈ കാര്യമൊക്കെ ചെയ്ത് പോയിട്ടാണ് പറയുന്നത് ഞങ്ങളിത് അവിടെ കയറി ഒരുത്തനെ തീർത്തിട്ടുണ്ട്. ഒന്നും പറയാനൊന്നുമില്ല. അതും പാകിസ്ഥാൻ്റെ മിലിറ്ററി ബേസിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം. പാകിസ്ഥാൻ എന്തെങ്കിലും പറഞ്ഞോ? അത് മോശമായി, ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വരായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പുള്ളിനെ അറിയിക്കായിരുന്നല്ലോ, അങ്ങനെയൊക്കെ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ കിടപ്പ് വശം എന്ന് മനസ്സിലാക്കുക. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ മാത്രമേ അവർക്ക് ശത്രു ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. പാകിസ്ഥാനെ കൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യക്ക് മാത്രമേ ഇവർ തലവേദനയുള്ളൂ. പാകിസ്ഥാൻ ഈ ആരാണ്ട് പറഞ്ഞ പോലെ ഇന്ത്യക്കിട്ട് പണിതാൽ മതി, അവർക്ക് വേറെ ആവശ്യമൊന്നുമില്ല, പിന്നെ വേറെ ഒന്നും വേണ്ട. നേരെ മറിച്ച് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നമുക്ക് പാകിസ്ഥാനേക്കാളും വലിയ തലവേദനയായിട്ട് ചൈന അപ്പുറമുണ്ട്. ഈ ചൈന പാകിസ്ഥാനെ വെച്ചിട്ടാണ് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ റഷ്യ അല്ല പഴയ USSR. USSR 10-15 രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ അതിലേറ്റവും വലിയ രാജ്യമാണ് റഷ്യ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയാണെന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ചില കാര്യം പറയുമ്പോൾ റഷ്യയുടെ കാര്യത്തിലേക്ക് ചിന്തിക്കരുത്. എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരൊറ്റ കാര്യം പറയാനുള്ളത്, അമേരിക്കൻ ചേരിയുടെ ഒപ്പമാണ് ഇന്ത്യ നിന്നിരുന്നത് എന്ന് കരുതുക. ഉദാഹരണത്തിന് നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് പോയത്. അതേസമയം പട്ടേൽ, അദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയാണ് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ പട്ടേലൊക്കെയാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നിരുന്നത് എന്ന് കരുതുക. അങ്ങനെയായിരുന്നുവെങ്കിൽ US ചേരിയിൽ നമ്മൾ കൂടുതലായിട്ട് നിൽക്കും. ഉറപ്പായിട്ടും ഇന്ന് ചൈന കിടക്കുന്നത് പോലെ ഇന്ത്യ കിടന്നേനെ, ഒരു സംശയവും വേണ്ട. ഇന്ത്യക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. ഇന്നും നമ്മുടെ രാജ്യത്തിന് എന്താ പ്രശ്നം? സോഷ്യലിസത്തിൻ്റെ ദുർഭൂതം ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ക്യാപിറ്റലിസം നല്ല രീതിയിൽ വന്നിട്ടില്ല ഇവിടെ ഇപ്പോഴും. പറയാവുന്നേ ഉള്ളൂ. നമ്മളൊരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പറയുന്ന ദൂരെ കിടക്കുന്ന ഇറാൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ചരിത്രം ചിന്തിക്കുക. ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരിടയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? ജോർദാനുമായിട്ട് എന്തായിരുന്നു? സിറിയയുമായിട്ട് എന്തായിരുന്നു? ഗോലാൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ സീനായ് പെനിൻസുല പിടിച്ചെടുക്കുന്നു. അന്ന് ഇസ്രായേൽ ചെയ്ത ഒരു മണ്ടത്തരമുണ്ട് ഒരു തരത്തിൽ. ഈജിപ്തിൻ്റെയും ട്രാൻസ്ജോർഡാൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് അങ്ങ് പിന്മാറിയപ്പോൾ അതിൽ ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കും ഗാസയും ഉണ്ട്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിലിരുന്ന സ്ഥലമാണ്. അവരവിടെ നിന്ന് പിന്മാറിയപ്പോഴാണ് ഒരു തരത്തിൽ പിന്നീട് ഈ പറയുന്ന ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും വന്നത്. അവരന്ന് പിന്മാറി ഇല്ലായിരുന്നുവെങ്കിലോ ഇപ്പോൾ ഈ ഹമാസിൻ്റെ പ്രശ്നം അവർക്ക് സഹിക്കണോ? അപ്പോൾ ഗാസയിലേക്ക് ഇസ്രായേൽ കയറുന്നു, വെസ്റ്റ് ബാങ്കിലേക്ക് അവർ ABC എന്ന് തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് അവരുടെ കയ്യിലിരുന്ന സ്ഥലമാണ്, യുദ്ധം ചെയ്ത് പിടിച്ച സ്ഥലമാണ്, അവർ സമാധാനത്തിന് വേണ്ടി പിന്മാറിയതാണ് എന്നുള്ള കാര്യം ആരും മറക്കരുത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അയൺ ഡോം പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇറാൻ എന്താണ് ചെയ്തത്?